മേഘ്ന മുരളി ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. മേഘ്ന, പറയൂ ഏറ്റവും പുതിയ വിവരങ്ങൾ കുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച്. പെൺകുട്ടി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിൽ ചികിത്സയിലാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം, അതിൽ കൂടുതൽ ഭയപ്പെടാനുള്ള ഒരു വിഷയമില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരും ഇന്നലെ റെയിൽവേ സെക്യൂരിറ്റി കമ്മീഷണർ അടക്കം നമ്മളോട് പ്രതികരിച്ചത്. അതിൽ പ്രധാനമായും ഇപ്പോൾ ആദ്യം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു പെൺകുട്ടി ജീവൻ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ICUവിലേക്ക് മാറ്റുകയായിരുന്നു. ഇനി ഒരു സർജറി ആവശ്യമായി വരുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേകമായി സജ്ജീകരിച്ച ICUവിലാണ് പെൺകുട്ടി ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നത്. ഇന്നലെ രാത്രി 8:40 കൂടിയാണ് കേരള എക്സ്പ്രസിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. അത് വർക്കലയ്ക്കും കടയ്ക്കാവൂരിനും ഇടയിലുള്ള അയന്തി പാലത്തിന്റെ സമീപത്ത് വെച്ചാണ് ഈ പാളത്തിലേക്ക് പ്രതിയായിട്ടുള്ള സുരേഷ് കുമാർ പെൺകുട്ടിയെ ചവിട്ടിയിടുന്നത്. അതിൽ ഇന്നലെ അടക്കം ഈ ദൃക്സാക്ഷിയും, അതായത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളടക്കം നമ്മളോട് പറയുകയും ചെയ്തത് ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതി തന്നെയാണ് പെൺകുട്ടിയെ, പാലോട് സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയെ ചവിട്ടി താഴെ ഇട്ടത് എന്നുള്ളതാണ്. അത് മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ അവർ ആലുവയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയതാണ്. അതിനുശേഷം മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഈ മദ്യപിച്ചെത്തിയ ഈ സുരേഷ് കുമാർ എന്ന തിരുവനന്തപുരം വെള്ളറട സ്വദേശിയായിട്ടുള്ള ആൾ ചവിട്ടി താഴെയിടുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കൂടാതെ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അങ്ങനെ മദ്യപിച്ചതിനെ പറ്റിയുള്ള തർക്കമുണ്ടായില്ല, അയാളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കോട്ടയത്ത് നിന്നാണ് ഈ പ്രതി കയറിയത് എന്നുള്ള വിവരങ്ങളടക്കം ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചന നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ അർച്ചനയ്ക്കും ആദ്യം പെൺകുട്ടിയെ പാളത്തിലേക്ക് തള്ളി താഴെയിടുന്നു. അതിനുശേഷം ഈ സ്ഥലം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി വീണ സ്ഥലം എന്ന് പറയുന്നതും വാഹനം കടന്നു ചെല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് അടിയന്തരമായി കൊല്ലത്തേക്ക് പോവുകയായിരുന്ന മെമു നിർത്തി ആ മെമുവിലാണ് പെൺകുട്ടിയെ വർക്കല സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്നു, ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പെൺകുട്ടിയെ 10:30 എത്തിക്കുകയായിരുന്നു. അപ്പോഴും വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ കുട്ടിക്ക് തലയ്ക്കാണ് ഒരു പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ പുറകിൽ നിന്ന് നടുവിന് ചവിട്ടിയാണ് താഴേക്ക് ഇടുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് കലഹങ്ങളോ മറ്റു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു വാക്കുതർക്കം പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ താഴേക്ക് വീണപ്പോൾ അതിന്റെ ആഘാതം എന്ന് പറയുന്നത് ഗുരുതരമായിരുന്നു എന്നുള്ളതാണ്. ആദ്യം പെൺകുട്ടിയെ താഴെ ഇട്ടതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ശബ്ദമുണ്ടാക്കുന്നു. അങ്ങനെ സുഹൃത്തിനെ കൂടി താഴേക്ക് തള്ളിയിടാനുള്ള ഒരു ശ്രമം നടന്നു. പിന്നീട് യാത്രക്കാർ ഇടപെട്ടാണ് ഈ സുഹൃത്തിനെ പിടിച്ച് വീണ്ടും ട്രെയിനിലേക്ക് കയറ്റിയത്. കൂടാതെ ഈ സംഭവത്തിന് ശേഷവും ഇയാളുടെ കയ്യിൽ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു. കൂടാതെ ഇങ്ങനെ ഈ വർക്കലയിൽ നിന്ന് വീണ്ടും തിരുവനന്തപുരം നോർത്തിലേക്ക് ഇയാളെ യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരുവനന്തപുരം നോർത്തിൽ നിന്നാണ് യാത്രക്കാർ ഇയാളെ പിടികൂടി റെയിൽവേ പോലീസിന് ഏൽപ്പിക്കുന്നത്. ആ റെയിൽവേ പോലീസിന് ഏൽപ്പിച്ച് ഈ വൈദ്യ പരിശോധനയ്ക്കടക്കം ഫോട്ടോ ആശുപത്രിയിലടക്കം എത്തിക്കുമ്പോഴും വളരെ അസ്വാഭാവികമായിട്ടായിരുന്നു പ്രതി പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് താൻ മദ്യപിച്ചിട്ടില്ല, താനല്ല ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു കൃത്യം ചെയ്തിട്ടുള്ളത് എന്നതാണ്. പക്ഷേ അത് ആ സംഭവ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വിശ്വസിക്കാനും കഴിയില്ല. കാരണം വലിയ മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ അസ്വാഭാവികമായ രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റവും ഒക്കെ ഉണ്ടായത്. കൂടാതെ ഈ പെൺകുട്ടിയുടെ മൊഴി എന്ന് പറയുന്നത് ഇയാൾ തന്നെയാണ് തള്ളിയിട്ടത്, താൻ കണ്ടതാണ്, ഇയാൾ തന്നെയാണ് തള്ളിയിട്ടത് എന്നുള്ള കാര്യം ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചികിത്സയിലുള്ള പാലോട് സ്വദേശിയായിട്ടുള്ള യുവതിക്ക് പൂർണ്ണമായും ബോധം വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ ഒരു മൊഴിയും ഇതിൽ നിർണായകമാകും. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ പ്രതിയായിട്ടുള്ള സുരേഷ് കുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ശേഷം ഇന്ന് തന്നെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇന്ന് വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ മദ്യപിച്ച് തന്നെയാണ് ഈ ഒരു അതിക്രമം ഈ പെൺകുട്ടിയോട് കാട്ടി. അത് മുൻപരിചയമില്ലാതെ മറ്റൊരു പ്രകോപനവും ഇല്ലാത്ത രീതിയിൽ ഒരു പെൺകുട്ടികളോട് ഈ അതിക്രമം, അതും ഒരു റെയിൽവേയുടെ ഒരു കമ്പാർട്ട്മെന്റിൽ വെച്ച് നടത്തി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം. എന്തായാലും ഇപ്പോൾ പെൺകുട്ടിയുടെ നിലയിൽ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയിൽ ഇന്ന് ഒരു പുരോഗതി ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യം, അത് ഇപ്പോഴും ആന്തരിക രക്തസ്രാവം ഉണ്ട് എന്നുള്ള കാര്യം ആശുപത്രി വൃത്തങ്ങൾ പറയുന്നുമുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഈ സുരേഷ് കുമാറിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നതും വെള്ളറട സ്വദേശിയാണ്. നിരന്തരം വീട്ടിൽ ഇത്തരത്തിൽ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നാട്ടിലും മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ സുരേഷ് കുമാർ എന്നുള്ളതാണ്. ശേഷം ജോലി അന്വേഷിച്ചാണ് കോട്ടയത്തേക്ക് പോയത്. അങ്ങനെ കോട്ടയത്ത് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയത്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് മദ്യപിച്ച് നിലത്ത് നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മദ്യപിച്ച് കാല് നിലത്തുറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഈ റെയിൽവേ പോലീസിന്റെ അടക്കം കണ്ണുവെട്ടിച്ച് കയറിയത് എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് എത്രത്തോളം സുരക്ഷയുണ്ട് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കടക്കം ഈ റെയിൽവേയിൽ റെയിൽവേയിൽ യാത്ര
ചെയ്യുമ്പോൾ എന്നുള്ളൊരു ചോദ്യവും ഉണ്ട്. എന്തായാലും ശരി, അത് വലിയ മേഘനാ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.